ആസ്പിറൻസ് വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അങ്ങനെ RBI ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയാലോ. കമോൺ. ഫസ്റ്റ് ഓഫ് ഓൾ വേക്കൻസീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം RBI ഗ്രേഡ് ബി ജനറൽ കാഡറും ഉണ്ട്, 2 ഡിപ്പാർട്ട്മെന്റ് കാഡേഴ്സും ഉണ്ട്. അപ്പൊ ടോട്ടൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 60 വേക്കൻസീസ് ആണ് ഈ വർഷം ഉള്ളത്. അതിൽ ജനറൽ കാഡറിൽ 40 വേക്കൻസിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് പോളിസി റിസർച്ച് കാഡറിൽ 10 വേക്കൻസിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇൻഫർമേഷൻ മാനേജ്മെന്റിൽ 10 വേക്കൻസിയും ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജനറൽ എത്രയാണ്, EWS എത്രയാണ്, OBC, SC, ST എന്നൊക്കെ പല ക്ലിയർ കട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വേക്കൻസി തന്നെയാണ് ഇത്തവണ ജനറൽ കാഡറിന് വന്നിരിക്കുന്നത്. ടോട്ടൽ ഓഫ് 40. ഓക്കെ, നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് പേജ്. നമ്മൾ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 29, 2026, ഏപ്രിൽ 29 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് തുടങ്ങാം. ആൻഡ് അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ദിവസം, നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ദിവസവും സമയവും അവർ പറഞ്ഞിട്ടുണ്ട്. മെയ് 20, 2026 വൈകിട്ട് 6 മണി വരെയാണ് നിങ്ങൾക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആയി കിട്ടുക. അതിനു മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ദെൻ ഓൺലൈൻ എക്സാമിനേഷന്റെ കാര്യം വരുമ്പോൾ ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജനറൽ കാഡറിലേക്കുള്ള ഡേറ്റുകൾ, എക്സാം ഡേറ്റുകളും ഡിപ്പാർട്ട്മെന്റൽ കാഡറിലേക്കുള്ള എക്സാം ഡേറ്റുകളും രണ്ടും രണ്ടാണ്. ജനറൽ കാഡറിലേക്ക് വരുമ്പോഴത്തേക്കും phase 1ഉം phase 2ഉം രണ്ടും ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. phase 2വിൽ പേപ്പർ 1, പേപ്പർ 2 ആൻഡ് പേപ്പർ 3 ഉണ്ടായിരിക്കും. phase 1ന്റെ എക്സാം നടക്കുന്നത് ജൂൺ 13, 2026നും phase 2ന്റെ എക്സാം നടക്കുന്നത് ജൂലൈ 25 ആണ്. അപ്പോ ജനറൽ ആയിട്ടുള്ള എക്സാം phase 1 നടക്കുന്നത് ജൂൺ 13 ആൻഡ് phase 2 നടക്കുന്നത് ജൂലൈ 25 അല്ലെ. സോ 2 ഡേറ്റ്സ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാം. ജനറൽ കാഡർ. ഇനി ഇതുപോലെ തന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം phase 1 ആൻഡ് phase 2 ഓഫ് 2 ഡിപ്പാർട്ട്മെന്റ്സും 2 ഡിപ്പാർട്ട്മെന്റൽ ആയിട്ട് നടക്കുന്ന എക്സാമിന്റെ phase 1ഉം phase 2 നടക്കുന്നത് ജൂൺ 14 phase 1, ജൂലൈ 26 phase 2. അത് രണ്ടിനും ഒരുപോലെയാണ് കേട്ടോ, ഡിപ്പാർട്ട്മെന്റ് വൈസിന്. പിന്നെ നമ്മുടെ അടുത്തത് എലിജിബിലിറ്റി കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഏജ് ലിമിറ്റിലേക്ക് പോകാം. നാഷണാലിറ്റി നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ ആയിരിക്കണം. ഏജ് ലിമിറ്റിലേക്ക് വരുന്ന സമയത്ത് എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ അറ്റൈൻഡ് ഏജ് ഓഫ് 21 years. 21 വയസ്സായിട്ടുണ്ടാവണം. ആൻഡ് മസ്റ്റ് നോട്ട് ബി അറ്റൈൻഡ് ഏജ് ഓഫ് 30 years on April 1, 2026. ഓക്കെ, അപ്പം 21, 30 എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിൽ എടുത്തവർ പറയുന്നുണ്ട് he or she must not be born not earlier than April 2. അതായത് April 2 എന്ന് പറയാൻ വന്നു ഞാൻ. April 2, 1996 മുന്നേ ജനിച്ചവരോ April 1, 2005 ശേഷം ജനിച്ചവരോ ആകാനായി പാടില്ല എന്ന് പറയുന്നുണ്ട്. ക്ലിയർ കട്ടാണ് നമ്മുടെ കാര്യം. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ടോ? ഉണ്ട്. 5 വർഷം SC, ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് OBC, നിങ്ങൾക്ക് OBCയിലെ ഇതിൽ ഏജ് റിസർവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ OBCയുടെ റിസർവേഷൻ ഏജ് റിലാക്സേഷൻ കിട്ടും. അതിനുശേഷം അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും then ex employees of ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന എക്സ് എംപ്ലോയീസിന് 5 വർഷമുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് മാനും 5 വർഷമുണ്ട്. ഓക്കെ, ദെൻ അഗെയിൻ ഒരു കാര്യം പറയണത് കാൻഡിഡേറ്റ്സ് പൊസസിംഗ് MPhil ആൻഡ് PhD, MPhilോ PhDയോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്പർ ഏജ് ലിമിറ്റ് 32 and 34 years റെസ്പെക്റ്റീവ്ലി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫോർ കാൻഡിഡേറ്റ്സ് ഹാവിംഗ് എക്സ്പീരിയൻസ് ഇൻ ഓഫീസർ ഇൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് as also prior experience in Reserve Bank of India, upper age limit is relaxed to the extent of number of completed years of such experience subject to the maximum of 3 years. നിങ്ങൾ എത്ര വർഷമാണോ ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്തത് അതിന്റെ കൂട്ടത്തിൽ 3 വർഷം കൂടി. ഓക്കെ, ദ അപ്പർ ഏജ് ലിമിറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 33 years ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസും നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റും ചേർത്ത് 33 മുകളിൽ പോകാൻ പാടില്ല എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അത്യാവശ്യം നല്ല ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഏജ് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം candidates belong to SC, ST or OBC category who are also covered under the clause. അവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ഫോർ ഗ്രാന്റ്. നമ്മളിപ്പം ഒരു കാര്യമുള്ള ഗ്രാന്റ് will be eligible for grant cumulative age relaxation under both the categories. Other than these 2 categories, cumulative age relaxation will not be available either under the above items or in combination with any other items. അത് എക്സ് സർവീസ്മാന്റെയും SC, ST കാറ്റഗറിയുടെ ഒക്കെ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് 1, നോട്ട് 2, നോട്ട് 3 എന്ന് പറയുന്നുണ്ട്. നോട്ട് 4 എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുടെ ആണെങ്കിലും അല്ലെങ്കിൽ എക്സ് സർവീസ് ആണെങ്കിലും OBC ആണെങ്കിലും SC, ST ആണെങ്കിലും നിങ്ങളുടെ കാറ്റഗറി വൈസുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഈ ഒരു പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നാണ്. നമുക്ക് നോക്കാം.
ഗ്രേഡ് ബി ജനറൽ ആണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏതൊരു ഡിസിപ്ലിനിലാണെങ്കിലും നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതിൽ 60% മാർക്ക് ഉണ്ടാവണം. ഏത് ജനറൽ കാറ്റഗറിക്ക്. SC ST PW ആപ്ലിക്കൻസിന് 50%. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ 50%, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ മിനിമം 55% മാർക്ക്. SC STക്ക് പാസ് മാർക്ക് മതി. ഓക്കെ, അതായത് ഗ്രാജുവേഷൻ ആണെങ്കിൽ SC STക്ക് 50%, ബാക്കി SC ST PWBDക്ക് 50%, ബാക്കിയുള്ളവർക്ക് 60%. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ 55%, ബാക്കിയുള്ളവർക്കും SC ST PW വരുമ്പോൾ പാസ്സായാൽ മതി. സോ ഇതാണ് അവർ ആദ്യം പറയുന്നത്. അവർ എടുത്തു പറയുന്നില്ല ജസ്റ്റ് ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഗ്രാജുവേഷൻ 60% മാർക്ക് ഫോർ ജനറൽ ആണെങ്കിൽ ഓക്കെ, SC ST ആണെങ്കിൽ 50 ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. Graduation level. Any such course recognized by university institute that is taken class 12 is at least of 3 years duration. അത് എടുത്ത് പറയുന്നുണ്ട്. Candidates possessing professional or technical qualification which are recognized by government as an equivalent to the professional or technical graduation will be eligible for the admission. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യവും പറയുന്നുണ്ട്. ഇനി ഗ്രേഡ് ബി ഡിപ്പാർട്ട്മെന്റ് വൈസ് വരുമ്പോൾ എസെൻഷ്യൽ ആയിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. MA MSc in economics or MA MSc in courses such as quantitative economics, mathematical economics എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ്. അപ്പം ഡിപ്പാർട്ട്മെന്റ് വൈസ് ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് എസെൻഷ്യൽ ആയിട്ട് ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചോളാം. ഇവിടെ ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് പോളിസി റിസർച്ചിലാണ് MA or MSc in economics or MA or MSc in ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്നൊക്കെ വായിച്ചത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ അതൊന്ന് നോക്കിക്കോളാം. അടുത്തതിൽ നീക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് നോക്കാം സാധിക്കും. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ DSIM, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ്. അതാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 55% ഇൻ അഗ്രിഗേറ്റ് ഓഫ് ഓൾ സെമസ്റ്റേഴ്സ്, CGP in statistics, mathematical statistics, applied statistics, quantitative economics, econometrics, information or any other related branch. അപ്പൊ കൃത്യമായിട്ട് ഏതൊക്കെ ബ്രാഞ്ച് പഠിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് ദെയർ മാർക്ക്, എത്ര പെർസെന്റേജ് മാർക്ക് വേണം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് വൈസ് എക്സാം എഴുതുന്നവർ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോളാം. ജനറൽ ആയിട്ട് ഏതൊരു ഡിസിപ്ലിനിൽ ഗ്രാജുവേറ്റ് ആയവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു നെക്സ്റ്റ് വീ നമ്മുടെ കറക്റ്റ് ആയിട്ട് CGPA നോക്കാൻ, അഗ്രിഗേറ്റ് പെർസെന്റേജ് നോക്കേണ്ടത് എങ്ങനെയാണ്. ഇപ്പൊ 6.75 ആണെങ്കിൽ 60%, 6.25 ആണെങ്കിൽ 55, അങ്ങനെ നോക്കേണ്ടതൊക്കെ അവർ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആണ് നമ്മുടെ 6ാമത്തെ പോയിന്റ്. Candidates belonging to general category or EWs who have already appeared 6 times for phase 1 examination for this post in the past are not eligible. ഇതിനു മുന്നേ RBI ഗ്രേഡ് ബിയുടെ phase 1 എക്സാമിനേഷൻ 6 തവണ എഴുതിയിട്ടുള്ളവർക്ക് ആർക്കും ഇനി ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ജനറൽ കാറ്റഗറി ജനറൽ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾ 6 തവണ ഓൾറെഡി RBI ഗ്രേഡ് ബിയുടെ phase 1 എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി എഴുതാൻ പറ്റത്തില്ല. No such restriction applies to candidate belonging to SC ST OBC PWBDക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ജനറൽ കാറ്റഗറിയുടെ റെസ്ട്രിക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. ഫോർ ഗ്രേഡ് ബി ജനറൽ ദ ബാങ്ക് എൻകറേജസ് കാൻഡിഡേറ്റ്സ് വിത്ത് നോ പ്രയർ എക്സ്പീരിയൻസ് ടു അപ്ലൈ. എടുത്തന്നെ പറയുന്നു, നല്ലൊരു കാര്യമല്ലേ. ആൻഡ് ഓൾറെഡി നമുക്ക് അത് കാര്യം മനസ്സിലായി. അപ്പൊ 6 തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി എഴുതാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് വൺ, അടുത്ത് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയുടെ കാര്യം, ആ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മൂവിങ് ഫോർവേഡ് നമുക്ക് പിന്നെ കാണാനായിട്ട് പറ്റുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എത്ര രൂപയാണ് ആൻഡ് സ്കീം ഓഫ് സെലക്ഷൻ എങ്ങനെയാണെന്നൊക്കെയാണ്. സ്കീം ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്കീം ഓഫ് സെലക്ഷനിലേക്ക് വരാം. ഓക്കെ, സ്കീം ഓഫ് സെലക്ഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സെലക്ഷൻ ഫോർ ദി ഫോർ മെൻഷൻ പോസ്റ്റ് വിൽ ബി ഡൺ ത്രൂ ഓൺലൈൻ ആൻഡ് റിട്ടേൺ എക്സാം. ഓൺലൈൻ ഓർ റിട്ടേൺ എക്സാമിനേഷൻ എടുത്ത് പറയുന്നുണ്ട്. phase 1 and phase 2 and interview. 3 phase 1, phase 2 and interview ഉണ്ട്. ഡീറ്റെയിൽ സ്കീം ഓഫ് സെലക്ഷൻ appendix 2 തന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. Then before applying, candidates should ensure that they fulfill the eligibility criteria. Eligibility criteria fulfill ചെയ്യുകയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പോകാവൂ. Then pre-examination training ഉണ്ട് SC ST OBC PWD candidatesന് വേണ്ടിയിട്ട്. The bank will arrange free of cost pre-examination training for phase 1 and phase 2 only for those who have successfully cleared phase 1. phase 1 ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് അവരെന്ത് ചെയ്യും, പ്രീ എക്സാമിനേഷൻ ദ ബാങ്ക് വിൽ അറേഞ്ച് ഫ്രീ ഓഫ് കോസ്റ്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ phase 1 and phase 2 only for those who successfully cleared phase 1 examination in online mode. ഓൺലൈൻ മോഡിൽ phase 1 examination ക്ലിയർ ചെയ്തവർക്ക് phase 2ന്റെയും കൂടി എന്ത് കിട്ടും, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. അത് എടുത്തു തന്നെ അവർ പറയുന്നുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഫീന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ആപ്ലിക്കേഷൻ ഫീന്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ SC ST PWDക്ക്
100 rupees plus 18% GST ആണ്. ജനറൽ OBC EWSനാണെങ്കിൽ 850 രൂപ, 850 rupees. SC ST PWBDക്ക് 100 plus 100 rupees ആണ്. ജനറൽ OBC EWSന് 850 ആണ്. ഇതിന്റെ കൂടെ 18% GST കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫുകൾക്ക് പൈസ ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് എക്സാം എഴുതാം. സ്റ്റാഫിന് പൈസ ഇല്ല. പക്ഷെ SC STക്ക് 100 രൂപയും ജനറൽ OBC EWSന് 850 rupeesഉം ആണെന്ന് അവരെടുത്തു പറയുന്നുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. www.rbi.org.in വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ എഡിറ്റ് വിൻഡോയുടെ കാര്യമുണ്ട്. ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രൊവൈഡഡ് പീരീഡ് ഓഫ് 2 days എഡിറ്റ് വിൻഡോ. പ്രത്യേകം നോക്കി വായിച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുക. 2 ദിവസത്തേക്ക് മാത്രമേ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ അവർ ഓപ്പൺ ചെയ്ത് തരത്തുള്ളൂ. ആൻഡ് പേ സ്കെയിലിന്റെ കാര്യങ്ങളും മറ്റും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ഡ്രോ ഓഫ് ദിസ് ഇസ് വാട്ട് വി ആർ ഇൻട്രസ്റ്റഡ് ടു നോ മോർ അല്ലെ. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ഡ്രോ സ്റ്റാർട്ടിംഗ് ബേസിക് പേ ഓഫ് 78,450 per month. 78,450 രൂപ കിട്ടും മാസം. അതാണ് പേ സ്കെയിൽ. അത് സ്റ്റാർട്ടിംഗ് ബേസിക് പേ സ്കെയിൽ ആണ് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് സ്പെഷ്യൽ അലവൻസ് ഉണ്ട്, ഗ്രേഡ് അലവൻസ് ഉണ്ട്, DNS അലവൻസ് ഉണ്ട്, ലോക്കൽ കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, സ്പെഷ്യൽ ഗ്രേഡ് അലവൻസ് ഉണ്ട്, ലേണിംഗ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. Guys, what do you need more? So many allowances, a good amount of money on your account. Like each and every single month ഇത്രയും നല്ല ബേസിക് പേയിൽ ഒരു ജോലി ഓഫ് കോഴ്സ് ഒരു ഡ്രീം കം ട്രൂ ആണ്. ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാം. സോ അത് മാത്രമല്ല സീനിയോറിറ്റീസിന്റെ കാര്യം, പ്രീ റിക്വസ്റ്റിന്റെ കാര്യം, ന്യൂ പെൻഷൻ സ്കീംസിന്റെ കാര്യം ഒക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ സെന്റേഴ്സിലേക്ക് വരാം. ഇപ്പോ നമുക്ക് ഗ്രേഡ് ബി ജനറലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തില് നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് സെന്റേഴ്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, അതൊക്കെ phase 1 വരുന്നുണ്ട്. phase 2 വരുമ്പോഴത്തേക്കും എറണാകുളവും കോഴിക്കോടുമാണ് വരുന്നത്. ഓക്കെ, phase 1 ഗ്രേഡ് ബി ജനറൽ phase 1 വരുന്നത് ഇത്രയും സ്ഥലങ്ങളിലും, phase 2 വരുന്നത് എറണാകുളവും കോഴിക്കോടുമാണ്. അപ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൗ ടു അപ്ലൈ കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ്, ഡേറ്റ്സ്, നമ്മുടെ എത്ര രൂപയാണ് ഫീസ്, എത്ര രൂപയാണ് ബേസിക് പേ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇനി എന്തിനു വെയിറ്റ് ചെയ്യണം? ഓടിപ്പോയിട്ട് ഗ്രേഡ് ബിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം, എക്സാം എഴുതുക. RBയിൽ ഒരു ജോലി, ലൈഫ് സെറ്റ് ആണ്. സോ അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം. ബൈ.